എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പതിവ് പോലെ കുറച്ചധികം പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിലയുള്ള പ്ലാന്റ്സുകളൊക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെറുതും വലുതുമായ ഒരുപാട് പ്ലാന്റുകൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് മഡഗാസ്കർ ജാസ്മിനാണ്. ഈ മഡഗാസ്കർ ജാസ്മിന്റെ നല്ല വെള്ള കളറിൽ ആണുള്ള ഫ്ലവർ ആണ് ഉണ്ടാവുന്നത്. നല്ല സ്മെല്ലാണ് ഇതിന്. ഇതാണ് ഇതിന്റെ പ്ലാന്റ് സൈസ് ആയിട്ട് വരുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് യൂഫോബിയ ആണ്. യൂഫോബിയയുടെ 5 കളേഴ്സ് ആണ് നമുക്കുള്ളത്. നിങ്ങൾക്കറിയാലോ യൂഫോബിയയുടെ പ്രത്യേകത, അതിൽ നിറയെ മുള്ളുകളും ഒക്കെയുള്ള നല്ല നമുക്ക് ഒരു പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് യൂഫോബിയ. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബർഗണ്ടി ക്യൂന്റെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ്. ഇതിന്റെ ലീഫും നല്ല ഭംഗിയാണ് കാണാൻ. കുഞ്ഞു കുഞ്ഞു ഇലകളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലവറും നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമ്മുടെ തട്ടുമുല്ല എന്ന് പറയുന്ന നല്ല സ്മെല്ലോട് കൂടിയ നല്ല ജാസ്മിനാണിത്. ഇത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ്. ഇതിന്റെ ലീഫും അതുപോലെ തന്നെ ഫ്ലവറും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 3 കളറിലുള്ള ഫ്ലവറാണ് ഉണ്ടാവുന്നത്. ഇത് ബ്ലീഡി ഹാർട്ട്. ഇതിന്റെ വൈറ്റ് കളറും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. റെഡും വൈറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. 80 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മണിമുല്ലയാണ്. മണിമുല്ലയുടെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ്. ഇതും നല്ല സ്മെല്ലുള്ള നല്ല തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ഹോയയാണ്. ഇത് നമുക്കൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിന്റെ 7 കളേഴ്സ് ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അങ്ങനെ നമുക്ക് 7 പ്ലാന്റ് നമുക്ക് കോംബോ ആയിട്ടോ ഒക്കെ നമുക്ക് വാങ്ങാവുന്നതാണ്. നല്ല ബോൾ പോലെയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത്. നല്ല ഹാങ് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഹോയ. നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകും. ഒരു ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ബോൾ പോലെ തോന്നും. അത്ര നല്ല ഭംഗിയാണ് ഇതിൽ ഫ്ലവർ ഉണ്ടായി കിടക്കുന്നത് കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ നമുക്കൊരു 7ഓളം കളേഴ്സ് നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കോംബോ ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം. ഇനി സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ പ്ലാന്റ് സൈസ് നമ്മൾ ഓരോന്നായിട്ട് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ഈ കാണിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതാണ് നമ്മുടെ ഓർക്കിഡ് റോസ്. ഇതിന് 130 രൂപയാണ് വരുന്നത്. ഈ ഓർക്കിഡ് റോസ് നിങ്ങൾക്കറിയാലേ, മുള്ളില്ലാത്ത റോസാണ്. നിറയെ കൊല പോലെ തൂങ്ങിക്കിടക്കുന്ന നല്ല പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാകും. ഇപ്പം മുള്ളൊന്നുമില്ലാത്ത നല്ലൊരു റോസ ചെടിയാണ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത്. ഇതാണ് നിക്കോഡിയ എന്ന് പറയുന്നത്. നല്ല പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത്. ഇതിന്റെ ലീഫ് നല്ലൊരു സിൽവർ കളറാണ് ഇതിന്റെ ലീഫ്. അപ്പം ഇതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫും അതുപോലെ തന്നെ ഇതിന്റെ പൂക്കളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കിത് കുറച്ച് വലുതായൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ സെറ്റ് ചെയ്ത് നല്ല ഷേപ്പിലൊക്കെ വളർത്താവുന്നതാണ്. ഇത് നമ്മുടെ ഇതിന്റെ ബാലൻസ് വീഡിയോ ഞാൻ ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊങ്ങിണി ചെടിയാണ്, ലെന്റാന പ്ലാന്റ്. ഇത് നമ്മുടെ റോസ്മേരിയാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. കുറച്ചും കൂടെ വലിയ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണ് റോസ്മേരി. നമ്മുടെ തലയിൽ തേക്കാനും അതുപോലെ തന്നെ നമുക്ക് ഫുഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റാണ് റോസ്മേരി പ്ലാന്റ്. ഇനി നമുക്ക് തറ തുടയ്ക്കുമ്പോൾ അതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ലീവ്സ് ഒക്കെ ഒന്ന് ഞെരടി പിഴിഞ്ഞ് അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതുകിന്റെ ശല്യമോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ നല്ല സ്മെല്ലും ഉണ്ടാകും.
അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ടെക്കോമയുടെ 4 വെറൈറ്റീസ് ആണ് കേട്ടോ. നല്ല യെല്ലോയും അതുപോലെ യെല്ലോയും ഓറഞ്ചും കൂടി കലർന്ന പ്ലാന്റും ഇനി തനി റെഡ് പോലെ തോന്നിക്കുന്ന ഒരു കളറും. ടെക്കോമയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് 120 ആണ് കേട്ടോ. ഇത് നമ്മുടെ ഡാൻസിങ് ഡോളാണ്. നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഡാൻസിങ് ഡോള്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഡാൻസിങ് ഡോള്. ഇതിൽ ഡബിൾ കളറിലാണ് ഫ്ലവർ ഉണ്ടാവുന്നത്. അപ്പം ഇതിന്റെ പ്ലാന്റ് സൈസ് ആണ് ഈ കാണിക്കുന്നത്. ഇതിന് 180 ആണ് റുപ്പീസ് വരുന്നത്. ഇതാണ് നമ്മുടെ ജിമിക്ക് കമ്മൽ പോലെ തോന്നിക്കുന്ന അബുട്ടിലോൺ. ഈ അബുട്ടിലോണിന്റെ പ്ലാന്റ് സൈസ് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പൂക്കൾ തരുന്ന നല്ലൊരു ഓറഞ്ചും റെഡും കൂടി കലർന്ന ഒരു ഫ്ലവർ ആണ് ഇതിലുണ്ടാവുന്നത്. ഇതിന് 130 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് റൈറ്റിയ എന്ന് പറയുന്ന പ്ലാന്റ്. റൈറ്റിയയുടെ നമുക്ക് വാട്ടർ ജാസ്മിൻ എന്നും പറയുന്നതിന്. നല്ല ഭംഗിയാണ്, നല്ല സ്മെല്ലുമാണ്. ഇതിന് ചുറ്റും ഒരുപാട് നമ്മുടെ ചിത്രശലഭങ്ങളും തേനീച്ചയും ഒക്കെ പാറി പാറി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്ര സ്മെല്ലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നിറയെ നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് റൈറ്റിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വാട്ടർ ജാസ്മിൻ എന്ന് പറയുന്ന പ്ലാന്റ്. ഇതുപോലെ കൊലയായിട്ടാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക. അപ്പം ഇതിൽ ഫ്ലവർ ഉണ്ടാകാൻ തുടങ്ങി കഴിഞ്ഞിട്ട് നിറച്ചും പൂക്കൾ ഉണ്ടാവും. നല്ല ആ ഭാഗം മുഴുവൻ നല്ല സ്മെല്ലുമാണ്. അപ്പൊ ഇത്രയും നല്ല സ്മെല്ലുള്ള ഈ പ്ലാന്റുകളുടെ ചെറിയ പ്ലാന്റുകൾക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി വലിയ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ 130 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ പെട്രിയയുടെ 2 സൈസിലുള്ള പ്ലാന്റ്. പെട്രിയ വയലറ്റും, ഇത് വയലറ്റാണ്. ഇതുപോലെ നിറച്ചും പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് സാൻഡ് പേപ്പർ വൈൻ അഥവാ പെട്രിയ എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് പെട്രിയയുടെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ ചെറിയ സൈസിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മുടെ റോസിഡോ ആണ്. ഇതും നല്ല സ്മെല്ലുള്ള പ്ലാന്റുകളാണ്. ഇത് ഞാൻ അധികവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല സ്മെല്ലോട് കൂടിയ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റുകളാണ്. ഈ റോസിഡോയുടെ 4 കളേഴ്സ് നമുക്കിന്ന് അവൈലബിൾ ആണ്. ഇത് റോസിഡോയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഈ വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം. ചെറിയ പ്ലാന്റുകൾക്ക് 120 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് റേറ്റ് വരുന്നത്. ഇതിന്റെ പൂവ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഈ ചാമ്പയുടെ ഒക്കെ പൂക്കൾ പോലോട് നല്ല സദൃശ്യമുണ്ട് ഈ പൂക്കൾക്ക്. നമുക്ക് ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പൗഡർ പഫ് പോലത്തെ അതുപോലെ തോന്നും നമുക്കിതിന്റെ പൂക്കൾ കാണുമ്പോൾ. ഇത് നമ്മുടെ ലെൻഡാന പ്ലാന്റ്സ് ആണ്. ലെൻഡാനയുടെ 5 കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കോംബോ ആയിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ 299 രൂപയാണ് റേറ്റ് വരുന്നത്. കൊറിയർ ചാർജ് ഇല്ലാതെയാണ് നമ്മൾ ആ റേറ്റ് പറഞ്ഞത് കേട്ടോ. 5 പ്ലാന്റിനും കൂടെ 299 രൂപ. ഇനി അഥവാ നിങ്ങൾ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് വാങ്ങേണ്ടതെങ്കിൽ 70 രൂപയാണ് പ്ലസ് കൊറിയർ ചാർജും കൂടെ വരുന്നുണ്ട്. യെല്ലോ, വൈറ്റ്, റെഡ്, വയലറ്റ്, പിന്നെ ഒരു ഡബിൾ കളറും. ഈ 5 കളേഴ്സാണ് നമുക്ക് ലെൻഡാനയുടെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. അപ്പൊ ഇപ്പൊ നമുക്ക് ലെൻഡാനയുടെ ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിത് ഹൈബ്രിഡ് വെറൈറ്റി ആണ്. അപ്പൊ നമുക്ക് പോട്ടിൽ വെച്ച് വളർത്താവുന്നതാണ്. നമുക്ക് പണ്ടൊക്കെ നമ്മളിത് നമ്മുടെ വേലിയുടെ സൈഡിലൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ നമ്മുടെ വേലിക്കൊക്കെ കുത്തിയിട്ട് വെക്കാറുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഇത് പോട്ടിലൊക്കെ വെച്ച് നമുക്ക് അതിമനോഹരമാക്കി വളർത്താവുന്ന പ്ലാന്റ് ആണിത്. ഇത് നമുക്ക് അസേലിയാണ്. നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത 2 പ്ലാന്റുകളാണ് ഇനി നമ്മൾ കാണിക്കുന്നത്. അസേലിയയുടെ ചെറിയ പ്ലാന്റുകൾ മുതൽ, അതായത് കോംബോ പ്ലാന്റ് 480 രൂപ, 5 പ്ലാന്റിന് 480 രൂപ മുതൽ പൂക്കളുള്ള പ്ലാന്റ് 220 രൂപയ്ക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റുകൾ മുതൽ വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഈ കാലാവസ്ഥയ്ക്കൊക്കെ ഒത്തിരി ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അസേലിയ കേട്ടോ. അസേലിയ നല്ല സുന്ദരിയായിട്ടുള്ള
ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫ്ലവറുള്ള ഒത്തിരി കളേഴ്സ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്ലവറുള്ള പ്ലാന്റിന് 220 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ്. ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് 5 പ്ലാന്റിന് കോംബോ ആയിട്ടാണ് 480 രൂപയാണ് വരുന്നത്. ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ്. നമുക്ക് ഈ ഒരു വേനൽക്കാലത്തൊക്കെ നിറച്ചും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം വെള്ളമൊഴിച്ചില്ലെങ്കിലൊന്നും ഒരു പ്രശ്നമില്ലാത്തൊരു പ്ലാന്റ് ആണ്. അതുപോലെ ഏത് കാലാവസ്ഥയ്ക്കും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അസേലിയ. നമുക്ക് വലിയ പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകും. ഇതിൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ഇതിൽ കുഞ്ഞിലെ തൊട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും. ഇതാണ് നമുക്ക് നമ്മുടെ ചെടിത്തോട്ടങ്ങളിലൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ലോറ പെറ്റാൽ എന്ന് പറയുന്നത്. ഇതിന്റെ ലീഫ് തന്നെ ഒരു ബ്ലാക്ക് കളറിലാണ് ഇതിന്റെ ലീഫ് വരുന്നത്. ഇതിന്റെ പൂക്കൾ കണ്ടോ, നല്ല ഡാർക്ക് പിങ്ക് കളറിലാണ് ഇതിന്റെ പൂക്കൾ ഉണ്ടാവുന്നത്. ഇതിന്റെ ചെറിയ പ്ലാന്റ് നമുക്ക് 90 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ പിന്നെ ഗാർഡന്റെ ഒക്കെ സൈഡൊക്കെ നമുക്ക് ഈ പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് നല്ല മനോഹരമായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വെട്ടിയൊരുക്കി അടിപൊളിയാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ കമേലിയാണ്. കമേലിയുടെ വലിയ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. വലിയ പ്ലാന്റുകൾ നമുക്ക് റെഡ് നമുക്ക് 4800 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. ചെറിയ പ്ലാന്റുകൾക്ക് 180 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത്. ഇതിന്റെ 5 കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ സ്നോ റോസ് ആണ്. എന്തൊരു ഭംഗിയാന്ന് നോക്ക്. സ്നോ റോസിന്റെ 2 സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഡബിൾ പെറ്റലും ഒരെണ്ണം സിംഗിൾ പെറ്റലുമാണ്. സിംഗിൾ പെറ്റല് നമുക്കൊരു ബേബി പിങ്ക് കളറും, ഡബിൾ പെറ്റല് വൈറ്റ് കളറിൽ നല്ല ഡബിൾ പെറ്റലായിട്ടുള്ള നല്ല നല്ല പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അതിനൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ 80 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ചെറിയ ജിഫിയിലുള്ള പ്ലാന്റ് ഗോൾഡ് ഫിഷിന്റെ 80 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതില് ഫ്ലവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഫിഷ് പോലെ തന്നെ തോന്നും കണ്ടാല്. നല്ല ഭംഗിയാണ്. ഓറഞ്ച് കളറിൽ നമ്മുടെ മീൻ പോലെ തോന്നുന്ന നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് ഇതിലുള്ളത്. ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ ജിഫിയിലുള്ള പ്ലാന്റ് ആണ്. നമുക്ക് 80 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്.